ടൊസ്റ്റോണോസ് ഓർ മച്ചൂറോസ് നമ്മുടെ നേന്ത്രപ്പഴം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അത്. അതായത് ഒന്ന് നേന്ത്രക്കായും മറ്റേത് പഴവും വെച്ച്. സമയം കളയേണ്ട, ഉടനെ വീഡിയോയ്ക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് 2 പഴുത്ത പഴം കേട്ടോ, നന്നായിട്ട് പഴുത്തോട്ടെ, അത് അത്രയ്ക്കും നല്ലതാണ്, നല്ല സ്വീറ്റ് ആയിരിക്കും. അതിനെ 1 ഇഞ്ച് തിക്കായിട്ട് കട്ട് ചെയ്യാം. അത് കഴിഞ്ഞൊരു ബോൾ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് 2 ടീസ്പൂൺ ഉപ്പിടാം, കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അത് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം വെക്കാം. അത് കഴിഞ്ഞതിൻ്റെ വെള്ളം മൊത്തം ഊറ്റിക്കളയാം. അതെ, ഫുള്ളായി കളയണം. അതിനൊരു കിച്ചൺ ടവലിൽ വെച്ചിട്ട് മൊത്തം വെള്ളവും കളയണം. അത് കഴിഞ്ഞാൽ ഒരു ലോ ഹീറ്റിലിട്ട് അതിനൊന്ന് വറുത്തെടുക്കണം. തിരിച്ചും മറിച്ചിട്ട് 1 മിനിറ്റ് 1.5 മിനിറ്റ് നേരം വറുത്ത് നമുക്കത് വറുത്ത് പോരാം. ആ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതേപോലെ ഗ്ലാസ് എടുക്കാം. അതിൻ്റെ അടിഭാഗം ഉപയോഗിച്ച് ഇതേ ഇങ്ങനെ അങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. നോക്കിയേ, ഇങ്ങനെ അങ്ങോട്ട് കിട്ടും നിങ്ങൾക്ക്. അത് കഴിഞ്ഞാൽ വീണ്ടും ചെറു തീയിലിട്ട് അത് വറുത്തെടുക്കാം. ഇത് പഴുത്ത പഴമായതുകൊണ്ട് പിന്നെ നല്ല മധുരമായിരിക്കും, കുറച്ചൊരു എന്നിട്ട് പറയുക റബ്ബറി എഫക്റ്റും ഉണ്ടാവും കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി അത് വറുത്ത് കോരി പരിപാടി റെഡി. ഇനി നമ്മുടെ അടുത്തത് ടൊസ്റ്റോണസ്. അത് ഉണ്ടാക്കാനായിട്ട് 2 പച്ചക്കായ, അതാണ് നമുക്ക് വേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ കായ വറുത്തതിൻ്റെ ഒരു വേറെ രൂപം. അത് ഇതേപോലെ തന്നെ 1 ഇഞ്ച് തിക്കിൽ കട്ട് ചെയ്യുക. ഒരു ബോള് വെള്ളത്തിലേക്ക് അത് ഇടാം. 2 ടീസ്പൂൺ ഉപ്പ് അതിലേക്ക് ഇട്ട് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് അതിനെ വീണ്ടും ഡ്രെയിൻ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് കിച്ചൺ ടപ്പിൽ വെച്ച് അതിൻ്റെ വെള്ളം മൊത്തം കളഞ്ഞ് ഇതേ ലോ മീഡിയം ഹീറ്റിലിട്ട് ഒന്ന് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒരു 1 to 2 മിനിറ്റ് വറുക്കുക. അത് കഴിഞ്ഞാൽ തിരിച്ചിടാം. അതിന് വീണ്ടും വറുക്കാം. അതിൻ്റെ വ്യത്യാസം കണ്ട കളറിൽ നമ്മൾ പഴുത്ത പഴവും പഴുക്കാത്ത പഴവും നമ്മൾ വ്യത്യാസം. അതിൻ്റെ കോരിയിട്ട് നമ്മൾ അതേപോലെ തന്നെ ഗ്ലാസിൻ്റെ അടിഭാഗം ഉപയോഗിച്ച് ഇതേപോലെ അങ്ങോട്ട് ഞെക്കി കൊടുത്തേക്കാം. അത് കഴിഞ്ഞാൽ വീണ്ടും ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പിയും ക്രഞ്ചി ആയിട്ടുള്ള നമ്മുടെ കായ വറുത്തത്, അതർവൈസ് ടൊസ്റ്റാനസ് റെഡി. ഇനി നമ്മുടെ ഓയിലൊക്കെ ഊറ്റി കളഞ്ഞ് പേപ്പറിലേക്ക് വെക്കുക. പിന്നെ സാധനം റെഡിയായി, ആസ്വദിച്ച് തിന്നേക്കാം. അപ്പൊ നമ്മുടെ കായ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഒരു പ്രത്യേക ടൈപ്പ് കായ വറുപ്പല്ല അത്. ഇത് നോക്കട്ടെ കേട്ടോ. നല്ല ക്രിസ്പി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ. അപ്പൊ ഇതോ നോക്കണേ. ഈ റെസിപ്പിയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇതും മറക്കല്ലേ.